നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ വേണ്ട എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് അത് ഭർത്താവാണെങ്കിൽ, നമുക്കത് സഹിക്കാൻ വേണ്ടി പറ്റുമോ? ഭർത്താവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കുടുംബ ബന്ധം അത്രയധികം അതിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു പെണ്ണിനും അത് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ അവരെ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി, കാരണം എന്ത് കാരണം കൊണ്ടാണോ നമ്മളെ വേണ്ടെന്ന് വെക്കുന്നത്, പ്രത്യേകിച്ച് ഒരു പെണ്ണിന്റെ കാരണത്താൽ നമ്മളെ വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടി നമ്മൾ പലതും ചെയ്യുമല്ലേ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും ഒരു പ്രയോജനവും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീരുമാനിക്കുന്നത്, മിക്ക പെൺകുട്ടികളും എടുക്കുന്ന തീരുമാനം, പ്രത്യേകിച്ച് ഭർത്താവിന് ജീവനത്തിൽ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ എടുക്കുന്ന തീരുമാനം, അത് സ്വയം നശിച്ചേക്കാം, എന്റെ സ്വന്തം ജീവൻ ഞാൻ അങ്ങ് നശിപ്പിച്ചേക്കാം എന്ന് തന്നെയാണ്. ബാംഗ്ലൂരിൽ വെച്ചിട്ട് അനുഷ എന്ന് പറയുന്ന പെൺകുട്ടിക്കും സംഭവിച്ചത് ഇത് തന്നെയാണ്. ബാംഗ്ലൂരിൽ ഹുലുമാവിൽ താമസിക്കുന്ന 27 വയസ്സുകാരിയായിട്ടുള്ള അനുഷയാണ് ഭർത്താവിന്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം, തന്നെ ഒഴിവാക്കി തരണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനിൽ നീ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭർത്താവിന്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം സഹിക്കാനാവാതെ അവൾ ബാത്റൂമിൽ പോയി കതകടച്ച് പെട്രോൾ ഒഴിച്ച് അങ്ങ് തീ കൊളുത്തി മരിച്ചു. അത്രയധികം അവനെ സ്നേഹിച്ചത് കൊണ്ടാവാം ഇവന്റെ ഈ ഒരു വാക്ക് അവൾക്ക് സഹിക്കാനാവാതിരുന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പറയും ഡിവോഴ്സ് കൊടുത്തേക്കുന്നുള്ളത്, പക്ഷെ അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അതിപ്പോ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പാടില്ലല്ലോ. ഇതിനു മുന്നേ തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഭാര്യയുടെ അവിഹിതം അറിഞ്ഞ ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങൾ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആണിനായാലും പെണ്ണിനായി കഴിഞ്ഞാലും ഓരോ ആൾക്കാരുടെ മനസ്സാണല്ലേ, മനസ്സങ്ങ് കൈവിട്ട് പോയി കഴിഞ്ഞാല് ഇപ്പൊ അത്രയധികം ഭാര്യയെയും ഭർത്താവിനെയും സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതുപോലുള്ള ചിന്ത ഉണ്ടാവുകയുള്ളൂ. അവർക്ക് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇവരെ വിട്ടു പിരിഞ്ഞിട്ട് വേറൊരു ജീവിതമില്ലെന്ന് അവർ ആദ്യമേ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുതിരുന്നത്. ആദ്യം തന്നെ ഭർത്താവിന് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അഫയർ ഉണ്ട് എന്നുള്ളത് ഭാര്യക്ക് അറിയാമായിരുന്നു, അനുഷയ്ക്ക് അറിയാമായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ട് വീട്ടിൽ പോയി നിൽക്കുകയും പിന്നീട് ഭർത്താവ് തന്നെ ഇങ്ങനൊരു സംഭവം ഇനി ഉണ്ടാവില്ല, എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. അപ്പൊ അതിലൊക്കെ വിശ്വസിച്ച് ഈ പെൺകുട്ടി വീണ്ടും അവന്റെ കൂടെ ജീവിതം ആരംഭിച്ചു. കല്യാണം കഴിഞ്ഞ് 3 വർഷം ആയപ്പോഴേക്കും ഒരു കുട്ടിയും ഉണ്ടായി അവർക്ക്. ഇപ്പൊ ആ കുട്ടിയെയും തനിച്ചാക്കിയിട്ടാണ് ഈ അമ്മ ഒരു ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ അച്ഛൻ എന്തായി? സുഖമായി. ഈ ഭർത്താവ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ ഇനി ആ കുട്ടിക്ക് വേണ്ടിട്ട് ജീവിക്കോ? അതൊന്നും ഇല്ലാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. ഇനി ആ കാമുകിയുടെ കൂടെ ജീവിക്കും. ഇനി ആ കാമുകിക്ക് വേണ്ടെന്ന് വെച്ചാൽ വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും വരും, വേണമെങ്കിൽ കുട്ടിയെ നോക്കുമായിരിക്കും. എന്നാലും ആ കുഞ്ഞിനെ ഈ പെൺകുട്ടിക്ക് ഓർക്കാമായിരുന്നു. ഈ ഭർത്താവിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, ഭർത്താവിന് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മനക്കട്ടിയോടെ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ജീവിക്കാമെന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് വയ്യാതാരമാവില്ല. ഇന്ന് ആ കുട്ടിയുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. ഈ അച്ഛനെ വിശ്വസിച്ചാണോ ഈ അനുഷ മരിച്ചിട്ടുള്ളത്? ഈ അച്ഛൻ ആ കുഞ്ഞിനെ നോക്കുവോ? അപ്പോ അവിടെ കുട്ടിക്ക് പ്രസക്തിയില്ല. നമ്മൾ ഉണ്ടാക്കിയ നമ്മളെ മക്കൾക്ക് നമ്മൾ പ്രസക്തി കൊടുക്കണം. ഇപ്പൊ ഒരുപാട് പേരുടെ അവിഹിതങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് മക്കളെ വിചാരിച്ചിട്ട് മാത്രം അതിൽ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒരു ഭർത്താവിനെ പിടിച്ചു നിൽക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കാല് പിടിച്ചിട്ട് ഭൂമിയോളം അങ്ങ് താഴണമെന്നല്ല, അവനെ അങ്ങ് ഒഴിവാക്കിയിട്ട് മക്കൾക്ക് വേണ്ടി ജീവിക്കാം. നമുക്ക് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നിക്കൽ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കായിട്ട് തന്നെ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഭൂമിയിൽ ഇന്ന് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നിലനിന്നേ പറ്റുള്ളൂ. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പോകാൻ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കണം. നമ്മുടെ ജീവൻ നശിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അങ്ങ് ഫ്രീ ബേർഡായിട്ട് അവർക്കിനി പറന്ന് നടക്കാം. പല ചില്ലയിലും പല കൊമ്പിലുമായിട്ട് അങ്ങനെ പറന്ന് നടക്കാം. അത് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് അവരോട് നമ്മൾ പ്രതികാരം, അല്ലെങ്കിൽ അവരുടെ മനസ്സൊന്നും അലിയട്ടെ എന്ന് വെച്ച് നിന്നിട്ട് കാര്യമില്ല. മനസ്സൊന്നും അലിയില്ല. ഇതുപോലത്തെ ആൾക്കാരുടെ മനസ്സൊന്നും ഒരിക്കലും അലിയില്ല. ഇതിപ്പോ ആ കുഞ്ഞിനോട് ചെയ്തൊരു ക്രൂരത പോലെയായി. ഒരു നിമിഷമെങ്കിൽ ആ കുഞ്ഞിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് അനുഷ മുതിരില്ലായിരുന്നു. അനുഷ മാത്രം ഇതുപോലെ ആത്മഹത്യയിലേക്കൊക്കെ ഭർത്താവിന്റെ ആയാലും ഭാര്യയുടെ ആയിക്കഴിഞ്ഞാൽ അവിഹിതങ്ങളൊക്കെ കേട്ട് മനം മടുത്തിട്ട് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന പെണ്ണായാലും ആണായാലും ചിന്തിക്കുക. നമ്മൾ കാരണം ഭൂമിയിലേക്ക് വന്ന നമ്മുടെ മക്കളുണ്ട്. അവരുടെ ജീവിതം ഇതുപോലെ നരകതുല്യമാക്കരുത്. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ആ ഒരു ചിന്തയിൽ അങ്ങ് മുന്നോട്ട് ജീവിക്കുക. ഇപ്പൊ ജീവിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കമ്പനിയിൽ അയക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിക്കാനുള്ള മാർഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നല്ല ജോലി സാധ്യതകളൊക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടോ എന്നല്ലല്ലോ പോകുന്നത്. ഒരു ഭർത്താവിന്റെ ക്രൂരമായിട്ടുള്ള സമ്മർദ്ദം, എനിക്ക് നിന്നെ വേണ്ട,
ആ പെണ്ണിനെ മതി എന്നുള്ളത്. അങ്ങനെയുള്ള അവന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർക്ക് തീർക്കേണ്ടതാണോ നമ്മുടെ ജീവിതമൊക്കെ? ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യത്തിൽ സൂയിസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളായിക്കഴിഞ്ഞാലും ആണായിക്കഴിഞ്ഞാലും ചിന്തിക്കുക. അവർക്ക് നമ്മളെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കൽ ഇങ്ങനെയല്ല. നമുക്ക് ജീവിതം മുന്നോട്ടുണ്ടെങ്കിൽ അതിന് പാർട്ട്ണറായിട്ട് നല്ലൊരാളെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ജോലി സാധ്യതയിൽ ജോലി എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. മുന്നിൽ അങ്ങ് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഇവനെ പോലത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മരിക്കുകയല്ല ചെയ്യേണ്ടത്. മരിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് ഫ്രീ ആയി. അവർക്ക് ഭാഗ്യമാണ് പോയി കഴിഞ്ഞാൽ. അതിനെയായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവാൻ. അത്രയധികം മനസ്സ് വേദനിച്ചിട്ടാണ് ഓരോ ആൾക്കാരും ആത്മഹത്യ ചെയ്യുന്നത്. വേണ്ട, അങ്ങനെ ഒരു കാര്യം വേണ്ട. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. ആ ലെവലിൽ അങ്ങ് ജീവിക്കാൻ വേണ്ടി പഠിക്കുക. അതുപോലെ ഈ ശ്രീഹരി, അനുഷയുടെ ഭർത്താവ്, അവർ പറയുന്നൊരു വാക്കുണ്ട്, നടൻ ദർശന് 2 ഭാര്യമാർ ആകാമെങ്കിൽ എനിക്കും ആകാം എന്നുള്ളത്. അങ്ങനെ പലർക്കും 2, 3, 4 ഭാര്യമാരുണ്ടാവും. അതൊക്കെ കണ്ടിട്ട് നമ്മൾ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കേണ്ടത്. നല്ലതൊന്നും പകർത്തിയെടുക്കാൻ വേണ്ടി ഇവൾമാർക്ക് കിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തെറ്റിനെ ഒന്ന് മുറുകെ പിടിക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും ഒന്ന് കൂട്ടുപിടിക്കും. അങ്ങനെയാണ് ഈ നടൻ ദർശന്റെ ഭാര്യനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ പല ആൾക്കാർക്കും 2, 3 ഭാര്യമാരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതും കൂടി ആദ്യം മനസ്സിലാക്കുക. ഒരു തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവരെ പോലെയുള്ള ആൾക്കാർ ഒന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുക. അത് പ്രത്യേകിച്ച് സെലിബ്രിറ്റിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതങ്ങ് പറയും അവരുടെ ജീവിതം നല്ല പോഷായിട്ടല്ലേ ഉള്ളത്, അതുപോലെ നമുക്ക് ജീവിക്കാന്നുള്ളത്. ഇവരെ പോലുള്ള ആളുകളൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെയും. അപ്പൊ ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം അങ്ങ് ഇല്ലാതാക്കുകയാണോ വേണ്ടത്? ഒരിക്കലെങ്കിലും ചിന്തിച്ച് നോക്കുക, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത്. ഒരു ആണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടേതായിട്ട് തന്നെ നമുക്കൊരു കയ്യൊപ്പ് പകർത്തി വെക്കാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്തെടുത്തിട്ട് അത് വിജയിപ്പിച്ചിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പേര് അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അത് നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അല്ലാതെ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഒരു ആണിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ജീവിതം അങ്ങ് തീർത്തേക്കാം, അല്ലെങ്കിൽ അത് തന്നെ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന ഓരോ പെണ്ണിനും ആണിനും ഇതൊരു പാഠമാണ്. ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പം നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ മക്കൾക്കും. കുറച്ചെങ്കിലും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. വികാരത്തിലുപരി വിവേകം കൊണ്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ വിജയം ആരംഭിക്കും. ഇതുപോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി പാടില്ല.